ഞാനൊരു കഥ പറയാം. അല്ല, കഥയല്ല, ഒരു തമാശ ചോദ്യം. ഓക്കെ, മലയാളികളെല്ലാവർക്കും അറിയുന്ന തമാശ ചോദ്യം തന്നെ. വലിയ പുതുതായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. എന്നാൽ തന്നെ സംഭവം ഇതിൻ്റെ വളയുടെ പുറയിൽ അജ്ഞാതൻ ഒളിഞ്ഞിരിപ്പുണ്ട്, കാണാവോ നിങ്ങൾക്ക്? അപ്പോൾ സംഭവം ഇതാണ്. അജ്ഞാതൻ പുറകിൽ നിന്നുകൊണ്ട് വള കിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തമാശ ചോദ്യം ഇതാണ്. നമ്മൾ കാട്ടിക്കൂടെ, അതായത് മോഹൻലാൽ കാട്ടിക്കൂടെ പോയപ്പോഴാണ് തേന്മാവിൻ കുപ്പത്തിനകത്ത്, ഓർമ്മയുണ്ടോ, പുള്ളിക്ക് ടെക്നിക്ക് പിടികിട്ടിയത്. എല്ലാത്തിൻ്റെയും കൂടെ ലാ ചേർത്താൽ മതി. ഇത് വളയാണ്. ഓക്കെ, അപ്പോൾ മോഹൻലാൽ പറഞ്ഞതൊന്നും നമ്മൾ പറയുന്നതിൽ ആകെ സ്റ്റാൻഡേർഡില്ല, ഒരു നിലവാരമില്ലാത്ത സംഭവങ്ങളാണ്. അപ്പോൾ തമാശ ചോദ്യം ഇതാണ്. നമ്മൾ കാട്ടിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പുലി ചാടി വരുന്നു. നമ്മുടെ ഈ തോക്കില്ല, ഒന്നുമില്ല, വെറും കൈയുമായിട്ട് കാട്ടിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട്, ധനലാഭമല്ല, ഒരു പുലി വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളെന്തോ ചെയ്യണം? അതാണ് തമാശ ചോദ്യമാണ് കേട്ടോ, സീരിയസ് ഒന്നുമല്ല. നമുക്ക് ഈ സീരിയസ് ആയിട്ടുള്ളൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ തമാശ ചോദ്യം ഇട്ട് കളിക്കുന്നത്. എന്നിട്ട് യഥാർത്ഥ ചോദ്യം ചോദിക്കാം, അത് അവസാനം. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്താണെന്നറിയോ? നമ്മൾ പലരും പല ഭയങ്കര ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലർ പറയും ഓടും, ചിലർ പറയും ചാടും. ഒന്നും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്യണ്ട. പുലി പെട്ടെന്ന് കാട്ടിക്കൂടെ നമ്മൾ നടന്ന് വരുമ്പോൾ ഒരു പുലി മുമ്പിൽ വന്ന് ചാടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്തോ ചെയ്യണം? ഒന്നും ചെയ്യണ്ട, എല്ലാം പുലി ചെയ്തോളും. എല്ലാം പുലി ചെയ്തോളും, നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഏതാണ്ട് അതുപോലൊരു കാലഘട്ടം മലയാളിയുടെ നെഞ്ചത്തോട്ട് വരാൻ പോയാണ്. ഓക്കെ, നെഞ്ചത്തോട്ട് കറക്റ്റ് സംഭവം ഭയങ്കര രീതിയിൽ വരാൻ പോയ എന്താണെന്ന് പറയാം, കൊടും പട്ടിണിയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തോ ചെയ്യണം? കൊടും പട്ടിണി വരാൻ പോയാൽ, ഇത് ഞാൻ പറയുന്നതല്ല, അജ്ഞാതനും പറയുന്നതല്ല, ശശി പറയുന്നതല്ല, ഗോപി കോട്ടമുറിക്കലും പറയുന്നതല്ല, മറിച്ച് ഇത് വലിയ സാമ്പത്തിക വിദഗ്ധർക്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധർ പറയുന്നതാണ് കൊടും പട്ടിണി വരാൻ പോകുന്നു. ഓക്കെ, നമ്മളിങ്ങനെ കാട്ടി കൂടെ പോകുമ്പം പുലി വരുമ്പോൾ എന്തോ നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്താൽ നമ്മൾ കൊടും പട്ടിണി വരുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അരാജകത്വവും കൊടും പട്ടിണിയും അതങ്ങ് ചെയ്തോളും. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ലല്ലോ. നമുക്ക് ചിന്തിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ മലയാളി ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അജ്ഞാതൻ അടിവരയിട്ട് ഉറപ്പിച്ച് 100% ഉറപ്പിച്ച് പറയുന്നു. മലയാളി മലയാളികൾ ഭയങ്കര ബുദ്ധിയുള്ളവരൊക്കെ തന്നെ, പക്ഷേ ചിന്തിക്കാൻ അവർക്ക് സമയമില്ല, ആ ബുദ്ധി അവർക്ക് ഉപയോഗിക്കാൻ സമയമില്ല. അപ്പോൾ നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി. കൊടും പട്ടിണിയും അരാജകത്വവും അതിൻ്റെ എല്ലാ ഭീകരതയോടും കേരളത്തിൽ വരാൻ പോവുകയാണ് എന്ന് ഞാനല്ല പറയുന്നത്, അജ്ഞാതനല്ല, ശശിയല്ല, ഗോപി കോട്ടമുറിക്കലുമല്ല പറയുന്നത്, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധർ പറയുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ കൊടും പട്ടിണിയും അരാജകത്വവും വരാൻ പോകുന്നു എന്ന് 2024 ജനുവരി 18 വേൾഡ് എക്കണോമിക് ഫോറം, ഓക്കെ, ഞാനല്ല പറഞ്ഞത്,
വേൾഡ് എക്കണോമിക് ഫോറം അതിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള പത്രസമ്മേളനത്തിൽ ജനുവരി 18 2024 പറഞ്ഞതാണ്. കേരളത്തിലെ മലയാളികൾ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല, അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. എന്തോ ചെയ്യും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞെന്ന് പറയാം, ഇന്ത്യയിലെ കൊടും പട്ടിണിയൊന്നും വരത്തില്ല, നീ ആ ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും കൂടെ നീ ആ നാഷണൽ ഹൈവേയിൽ കൂടെ ഒന്ന് പോയി നോക്ക്. എത്രയോ സ്ഥലങ്ങളിൽ ആണുങ്ങൾ, കൃഷിക്കാരല്ല, ആണുങ്ങൾ കൃഷി ചെയ്തിട്ടേക്കുന്ന ഒന്ന് കാണുക. അവനോട് ഞാൻ പറഞ്ഞു, അതിനോടുള്ള മറുപടി ഞാൻ പറഞ്ഞ ഇതാണ്: കൃഷിക്കാർ കടം കയറി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിയാമല്ലോ. അതൊന്നും നമ്മൾ പരിഹാരമൊന്നും നമുക്കൊന്നും അറിയത്തില്ല, നമ്മുടെ ജോലിയല്ല, അത് സാമ്പത്തിക വിദഗ്ധരങ്ങ് ചെയ്തോളും. കാര്യം സാമ്പത്തിക വിദഗ്ധർക്ക് എല്ലാം അറിയാമെന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. പക്ഷേ ഈ കൊടും പട്ടിണിയും അരാജകത്വവും വരുന്നത്, അതിനുള്ള പരിഹാരം ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധരും അറിയില്ലെന്നുള്ളതാണ് ഭീകര സത്യം. അതും മലയാളിക്ക് അറിയത്തില്ല. മലയാളി അതൊന്നും ചിന്തിക്കണ്ട, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഞാൻ ഈ കൃഷിക്കാരുടെ ആത്മഹത്യ ചെയ്യുന്നു, കടം കയറി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ആര് കൃഷി ചെയ്യും? കാര്യം കൃഷി ചെയ്യാൻ പണം വേണമല്ലോ. പണം എവിടുന്ന് വരും? കടമെടുക്കും. ഒന്നാമത് പ്രകൃതി ദുരന്തങ്ങൾ മൂലം ലോകത്ത് തന്നെ എല്ലായിടത്തും കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഇന്ത്യക്കാർ അറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ത്യയിൽ നിന്നുള്ള അരിയുടെയും ഗോതമ്പിൻ്റെയും കയറ്റുമതി ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചിട്ട് ഒരുപാട് മാസങ്ങളായി. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കാര്യമായ വിലക്കയറ്റവും അതൊന്നും ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത്. പക്ഷെ അതൊക്കെ വന്നോളും. എന്തായാലും കൃഷി നശിക്കുകയും കൃഷിക്കാർ ആത്മഹത്യയും ചെയ്യുമ്പോൾ ഭക്ഷ്യക്ഷാമം വരിക തന്നെ ചെയ്യും, എല്ലാത്തിനും വില കൂടും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക വിദഗ്ധർ, വേൾഡ് എക്കണോമിക് ഫോറം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധർ മാത്രമുള്ള സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഫോറം. അവർ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2024 ജനുവരി 18 അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ലോകം മുഴുവൻ അരാജകത്വവും കൊടും പട്ടിണിയും വരും. ഈ ശ്രീലങ്കയിൽ നടന്ന പോലെ അത് ഏതാണ്ട് 45 രാജ്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു. അതൊന്നും മലയാളി അറിഞ്ഞില്ല. ഓക്കെ, മലയാളി ഇവിടെ ഭയങ്കര VD സതീശൻ ബസ് ഫ്രീ, പെണ്ണുങ്ങൾക്ക് ബസ് ഫ്രീ ആക്കിയപ്പോഴത്തേക്ക് എല്ലാം റെഡിയായെന്നാണ് അവരുടെ വിചാരം. എന്തായാലും ഒരു കാര്യം അജ്ഞാതൻ്റെ ഒരു വീക്ഷണം പറയാം. നമ്മുടെ കേരള ഗവൺമെൻറ് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് അതേ അവസ്ഥ വരുമെന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന. അങ്ങനെയുള്ള സാധ്യത അജ്ഞാതൻ ചൂണ്ടിക്കാണിക്കുന്നു. അത് മാത്രമല്ല, മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരുത്തരും പറയാത്ത കാര്യം അജ്ഞാതൻ പറയുന്നു. ലോകത്തിലെ 100% രാജ്യങ്ങളും ലോകത്തിലെ 100% ബാങ്കുകളും ലോകത്തിലെ 100% കമ്പനികളും ലോകത്തിലെ 100% പൗരന്മാരും മുഴുവൻ 100% കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ഒരിക്കലും സംഭവിക്കത്തില്ല എന്നൊക്കെ പൊതുവെ പറയും. പക്ഷേ അജ്ഞാതൻ പ്രഖ്യാപിക്കുന്നു, ലോകം മുഴുവൻ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ബാങ്കുകളും കമ്പനികളും എല്ലാ പൗരന്മാരും 100% കടക്കണിയിലേക്ക് വീഴാൻ പോവുകയാണ്, വഴുതി വീഴാൻ പോവുകയാണ്. ഭീകരമായ അവസ്ഥയാണ് വരാൻ പോകുന്നത്.
അതിനുള്ള പരിഹാരം ലോകത്തിലെ ഒരാൾക്കും അറിഞ്ഞൂടാ, ഒരു സാമ്പത്തിക വിദഗ്ധനും അറിഞ്ഞൂടാ, ഒരു ഭരണാധികാരിക്കും അറിഞ്ഞൂടാ, ഒരു ജനങ്ങൾക്കും ജനവിഭാഗത്തിനും അറിയില്ല. ലോകത്തിലെ മുഴുവൻ പേരും കടക്കെണിയിലേക്ക് പോവുകയാണെന്നും അതിനുള്ള പരിഹാരം ലോകത്തിലെ ഒരാൾക്കും അറിയില്ലെന്നും ഉള്ള കാര്യം മലയാളികൾക്ക് ഒട്ടും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ത്? ചിന്തിക്കാൻ സമയമുണ്ടോ മലയാളിക്ക്? മലയാളിക്ക് ചിന്തിക്കാൻ സമയമില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ശരി, മലയാളികളെല്ലാവരും ബുദ്ധിമാന്മാരാണ്. പക്ഷേ ആ ബുദ്ധി അവരുപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം മണ്ടന്മാർക്ക് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അജ്ഞാതൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ കഥ മുമ്പേ ചോദിച്ച തമാശ ചോദ്യം ഒന്നും കൂടെ ചോദിക്കുകയാണ്. കാട്ടിൽ കൂടെ നമ്മൾ മോഹൻലാലിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു പുലി പെട്ടെന്ന് ചാടി വരുന്നു. ഞാനിവിടെ പുലിയെന്ന് ഉദ്ദേശിക്കുന്നത് അരാജകത്വവും കൊടും പട്ടിണിയുമാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? അതിനുള്ള ഉത്തരവിതാണ്, നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം പുലി ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ചിന്തിക്കാനൊന്നും സമയമില്ല. ഈ വിഷയം ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സമയമില്ല. അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അജ്ഞാതൻ പണ്ടേ പറഞ്ഞു, 25 വർഷം മുമ്പ് തന്നെ പറഞ്ഞു, ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും അശാസ്ത്രീയമാണ്. അത് ഇതുവരെ ആർക്കും ബോധ്യമായിട്ടില്ല. അത് ബോധ്യമായിക്കോളും. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. കാര്യം എന്തായാലും ഇതൊന്നും കാണാൻ പോകുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ പറയുന്നു, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ. ശ്രീകണ്ഠൻ നായരുടെ ഗുഡ് ബൈ. താങ്ക് യു.